ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എറണാകുളം വരെ ഒരു ചെറിയ യാത്ര പോവാണ്. AC കമ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ നേരെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. ഇനി മെട്രോ പിടിച്ചിട്ട് വേണം താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ. ഖത്തർ മെട്രോയിൽ മാത്രം കയറി ശീലമുള്ള പുള്ളിക്ക് കൊച്ചി മെട്രോ അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ടൊന്ന് പുറത്ത് പെട്ടുപോയി. പിന്നെ ഉള്ളിൽ കയറി വന്ന് നമ്മളിനി നേരെ മെട്രോയിൽ എന്തെങ്കിലും പോയിട്ട് തിന്നാൻ ഇറങ്ങിയതാണ്. നന്നായിട്ട് വിശക്കണം. തപ്പിപ്പിടിച്ച് ലാസ്റ്റ് നമ്മളെത്തിയത് എറണാകുളത്തെ കുബാബയിലെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്, കിടുക്കാച്ചി സാധനം. വിശപ്പിൻ്റെ ആയം കൊണ്ടാണെന്നറിയില്ല, തിന്നുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വയറ് നിറച്ച് തിന്ന് ക്ഷീണത്തിൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമില്ല. നേരെ പോയിട്ട് റൂമിൽ കിടന്നുറങ്ങി. ഞങ്ങളെത്തിയ ദിവസം പണിമുടക്കായതുകൊണ്ട് തന്നെ വേറെ ഹോട്ടലൊന്നും തപ്പിപ്പിടിക്കാതെ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. രണ്ടാളും നല്ല സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് പൂരിയും പുട്ടുമാണ് ഇപ്പം തിന്നാൻ പോകുന്നത്. സൽമാൻ പൂരി ഹർത്താൽ ദിനത്തിലൊരു പൂരി. നമ്മളെ വിശപ്പ് പൂരിമ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ പുട്ടുകൂടി അങ്ങോട്ട് ഓർഡർ ചെയ്ത്. വീണ്ടും അതേ സ്ഥലത്ത് നിന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കുകയാണ്. കൂടെ നമ്മളെ ജൂനിയറായ സാബിത്തൂടെ എത്തിയിട്ടുണ്ട്. 140 ഉറുപ്പ്യൻ്റെ സദ്യയാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ. സംഭവമൊക്കെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ പണിമുടക്കായതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും തപ്പി നടക്കാനുള്ള സാധ്യതയില്ല. ഒരുവിധ ഹോട്ടലൊക്കെ പൂട്ടിയാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ തിരിച്ചുള്ള ട്രെയിൻ കയറാൻ വേണ്ടി മടങ്ങാണ്. അപ്പോൾ വൈകുന്നേരം ഒരു ചായ കൂടി കഴിച്ചിട്ട് ട്രെയിൻ കയറാന്ന് വിചാരിച്ച് അതിന് കയറി. വിത്തൗട്ട് ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ട് ഈ കടന്ന് അങ്ങനെ ഇളക്കി കുടിക്കുന്ന ആളാണ് നമ്മളെ സാബിത്ത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ജൂനിയറാണ്. എറണാകുളത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളെടുത്ത് വന്നിട്ടോ പാവം. അങ്ങനെ എറണാകുളത്തെ 4 നേരത്തെ ഫുഡും അടിച്ചു പൊളിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരാണ്. ഫുഡ് മാത്രമൊന്നുമില്ല, നമ്മൾ പോയ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഏതായാലും ട്രെയിനിലൊക്കെ പോരല്ലേ, ഖത്തറിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ വൈബ് ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓൻ ഇനി ട്രെയിനിൽ നിന്ന് പല പോസിൽ നിന്ന് ഡോറിൻ്റെ അടുത്ത് നിന്നൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട് ഈ അഭ്യാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.